ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ടാബി പ്ലസ് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാബി പ്ലസ്സിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഏതൊക്കെ കാറ്റഗറിയാണ് നമ്മുടെ ഒരു 5-6 കാറ്റഗറി ഉണ്ട്. അതിൽ 3 നമുക്ക് സെലക്ട് ചെയ്യാം. ടാക്സി, അല്ലെങ്കിൽ ഇപ്പോൾ ഫാർമസി, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു 3 നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ റെസ്റ്റോറൻറ്റും ടാക്സിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു 147 ദിർഹംസ് ക്യാഷ് ബാക്കായിട്ട് ടാബിൽ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ആ ടാബിൽ വന്ന് കിടക്കുന്ന ക്യാഷ് ബാക്ക് നമുക്ക് അതെങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോർമലി ആ ക്യാഷ് നമുക്ക് ബാങ്കിലേക്കോ മറ്റുള്ള ഇതിലേക്കോ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കൊരു പൈസ റിട്ടേൺ വരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു പേയ്മെൻറ്റ് ചെയ്തു, ഇപ്പോൾ ടാബിൽ നിന്നൊരു സംഭവം പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത പൈസ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിക്കാൻ പറ്റും. പക്ഷേ അതൊരു മിനിമം 25 ദിർഹംസെങ്കിലും വേണം. എങ്കിൽ മാത്രമേ അത് നമ്മളെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ക്യാഷ് ബാക്കായിട്ട് കിടക്കുന്ന പൈസ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ടാബ് ഓപ്പൺ ചെയ്യാണ്. ടാബ് ഓപ്പൺ ചെയ്താൽ ഈ മണി എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ടാബ് കാർഡ് എടുക്കുക. നിങ്ങൾ ടാബ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്കിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് ഏതൊക്കെ സെലക്ട് ചെയ്ത് നോക്കാം. 5 ഉണ്ട്. അതിൽ 3 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ 3 സെലക്ട് ചെയ്യാം. അങ്ങനെ വരുന്ന ക്യാഷ് ബാക്ക് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓൾ പ്രൊഡക്റ്റ് എന്നുള്ളത് കാണുന്നില്ലേ, ഓൾ പ്രൊഡക്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാബി കാർഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ക്യാഷ് ബാക്ക്. ഇപ്പോൾ എൻ്റെ ക്യാഷ് ബാക്ക് 117.64 ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 117.64. ഇത് വിഡ്രോ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടാബി പേയ്മെൻറ്റിൽ വിഡ്രോ ചെയ്യാം. അല്ലാതെ വിഡ്രോ എടുത്താൽ കണ്ട മിനിമം 25 ആണ്. പക്ഷെ നമുക്ക് ബാങ്ക് എടുക്കാൻ പറ്റില്ല. റീഫണ്ട് എമൗണ്ട് ഓൺലൈൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് റീഫണ്ടായിട്ട് വന്ന പൈസ 25 ദിർഹംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് അതിലേക്ക് വിഡ്രോ ചെയ്യാം. അതല്ലാതെ സ്പെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അതെങ്ങനെ വെച്ചപ്പോൾ ഞാൻ ടാബ് വഴി ഒരു സംഭവം പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 100 സംതിങ്ങിൻ്റെ ഇതാണ്. ഇപ്പോൾ 4 അടവിന് കിട്ടും. അപ്പോൾ 29 സംതിങ് ആണ് ഫസ്റ്റ് അടവ്. ഈ ഫസ്റ്റ് അടവിന് ഞാൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് അടവ് 29 അവർ ക്യാഷ് ബാക്കിൽ നിന്ന് എടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ക്യാഷ് ബാക്കിൻ്റെ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റ്, അപ്പോൾ അത് അടവിനായതുകൊണ്ടാണ്. പിന്നെ 100 സംതിങ് ഉണ്ടെന്നല്ല, ഇപ്പോൾ 100 ദിർഹംസിൻ്റെ സംഭവങ്ങൾ വാങ്ങണം, അടവിന് ഇടുന്നില്ല, ഡയറക്റ്റ് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ 100 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാഷ് ബാക്കിൽ നിന്ന് ആ 100 എടുക്കും അവർ. അപ്പോൾ നമ്മുടെ കയ്യിലെ പൈസ അല്ലാതെ ക്യാഷ് ബാക്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു 120 ദിർഹംസിൻ്റെ. അതിൽ 29 ദിർഹംസിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് ക്യാഷ് ബാക്കിൽ നിന്നാണ് എടുത്തത്. ഇനി 3 അടവുള്ളത് ഞാൻ അടച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് അത് നമുക്കത് ആ സമയത്ത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ചെയ്യാൻ പറ്റും. അത് അടവായതുകൊണ്ടാണ് 29 എടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ 100 സംതിങ്ങിൻ്റെ 147 ഉണ്ടായിരുന്നു. ആ 147 അത്രയും ദിർഹംസിൻ്റെ സാധനം എനിക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇനി അടവിനാണെങ്കിൽ ഇപ്പോൾ ഒരു 400 ദിർഹംസിൻ്റെ സാധനമാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് അടവ് 100 ഈ ക്യാഷ് ബാക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. അതല്ല 120 ദിർഹംസിൻ്റെ സാധനം എടുക്കുകയാണ്, ഞാൻ അടവിനല്ല ഇടുന്നത്, ഡയറക്റ്റ് നമ്മളത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാഷ് ബാക്ക് എനേബിൾ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ക്യാഷ് ബാക്ക് എടുത്ത് പോവും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ ഒരു ഇതിൽ കാണിച്ചപ്പോൾ നിങ്ങളത് കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആപ്പിൾ പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 29 ആണ് അടവ് കാണിക്കുന്നത്. ഇപ്പോൾ ക്യാഷ് ബാക്ക് ബാലൻസ് എന്നുള്ളത് അവിടെ കൊടുക്കുന്നുണ്ട് 147. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക വേണ്ടിയത്. അപ്പോൾ ഞാൻ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ കണ്ടല്ലേ, ഓർഡർ എമൗണ്ട് 119.90, ഡോട്ട് പേയ്മെൻറ്റ് 29.98. അപ്പോൾ ക്യാഷ് ബാക്ക് ബാലൻസിൽ നിന്ന് 29.98 അവരെടുക്കുകയാണ്. അപ്പോൾ ഡ്യൂ ടുഡേ, അത് ഇന്ന് അടക്കേണ്ട പൈസ 0 ആണ്, ഇന്ന് അടക്കേണ്ട പൈസ ഇല്ല. അങ്ങനെ ഞാനത് പേയ്മെൻറ്റ്
ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാനും പറഞ്ഞു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.